മനുഷ്യൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ ചില അനുഷ്ഠാനങ്ങളിലൂടെ പോയതിനാൽ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. യഥാർത്ഥത്തിൽ ആത്മരക്ഷ എന്താണ്? ആർക്കാണത് ആവശ്യം? മനുഷ്യൻ്റെ ആത്മരക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം എന്ന് പറയുമ്പോൾ അനേകർക്കും അത് ബുദ്ധിമുട്ടായി കാണാറുണ്ട്. അങ്ങനെ പറയുന്നവർ സങ്കുചിത മനസ്സുള്ളവർ എന്ന് പരിഹസിക്കുകയും ചെയ്യും. എല്ലാ മതങ്ങളും ഒരേ ദൈവത്തെയാകുന്നു വിളിക്കുന്നത്, പല പേരുകളിലാകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അങ്ങനെയുള്ളവർ വിശാല മനസ്കരും മനുഷ്യസ്നേഹികളുമാകും. ഈ മനോഭാവം ആത്മരക്ഷ എന്താകുന്നു എന്ന് അറിയാത്തതിനാലാകുന്നു. ഇത് നാം മറക്കരുത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലും പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ശക്തിയും നൽകി നമ്മെ സ്വർഗീയ അവകാശത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ആത്മരക്ഷ. ഇതിൽ മനുഷ്യൻ്റെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളുടെയും സമ്പൂർണമായ രക്ഷയും അടങ്ങിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിലൂടെ മാത്രം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മതങ്ങൾ പ്രധാനമായും മനുഷ്യൻ്റെ ഭൗതിക നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്, ഇല്ലേ? അതിപ്പോൾ ക്രിസ്തുമതം എന്ന പേരിലുള്ള മതം പോലും അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഭൗതിക നന്മകൾ. നമ്മുടെ വിഷയം മതമല്ല, ക്രിസ്തു എന്ന വ്യക്തിയാകുന്നു. ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. മനുഷ്യനെ ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ മാത്രമാകുന്നു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ആത്മരക്ഷ ലഭിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. മതം മാറുന്നതിനാൽ ആരും ആത്മരക്ഷ പ്രാപിക്കുന്നില്ല. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് പുരാതനവും ആധികാരികവുമായ യഹൂദ മതം, അതിൽപ്പെട്ടവരോട് വിശുദ്ധ പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കണമെന്നത്രേ. യഹൂദ മതത്തേക്കാൾ വലിയൊരു മതമുണ്ടെന്ന് സാധാരണ നാം പറയാറില്ല. അത്ര വലിയ മതമായിരുന്നു. ആ ഉന്നതമായ മതത്തിലുള്ളവർ പോലും ആത്മരക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വളരെ യുക്തിയുക്തമായി പൗലോസ് പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എടുത്താട്ടെ, റോമാലേഖനം 10-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായി അപ്പോസ്തലൻ ആ കാര്യം വിശദീകരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ഭാഗം പഠിക്കാം. പത്താം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് അവരോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇന്ന് ഇസ്രായേൽ ജാതിയുടെ അവസ്ഥ ഇതത്രേ. കാരണം എന്താണ്? നമുക്ക് മറ്റ് രാജ്യങ്ങളെയോ ദൈവത്തെ തന്നെയോ കുറ്റം പറയുവാൻ കഴിയും. അവർ അവരുടെ സന്ദർശനകാലം അറിയാത്തത് കൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത് എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിശേഷമായ പ്രയോജനങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടില്ല. സഭാംഗങ്ങളിൽ ഭൂരിഭാഗവും രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് ഖേദത്തോടെ പറയട്ടെ. ഞാൻ പറയുന്നതിൽ മുഷിയരുത്. യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. ഒരു സഭയിൽ നിന്നും വേറൊരു സഭയിലേക്ക് പിടിച്ചുകൊണ്ടുപോയത് കൊണ്ട് മാത്രം രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. ഒരു സഭയിൽ മാത്രം നിന്നതുകൊണ്ടും രക്ഷിക്കപ്പെടണമെന്നില്ല. വളരെ ശ്രദ്ധയോടെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമത്രേ ഇത്. അവർ ക്രിസ്തുവിൽ കൂടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവനീതി അംഗീകരിപ്പാൻ തയ്യാറാകാത്തതുകൊണ്ട് ദൈവത്തോട് ശത്രുതയിലാണ് കഴിയുന്നത്.
സഭാഭക്തനായിരിക്കുകയും മതഭക്തനായിരിക്കുകയും അതേസമയം തന്നെ താങ്കൾക്ക് നഷ്ടപ്പെട്ടവനായിരിക്കുകയും ചെയ്യാവുന്നതത്രേ. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഒരു മതം ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അവർക്ക് മതമുണ്ടായിരുന്നു, എന്നാൽ നീതിയില്ലായിരുന്നു. മറ്റേതൊരു ജാതിയേക്കാളും പ്രയോജനങ്ങൾ അവർ അനുഭവിച്ചിരുന്നു, എങ്കിലും അവർ നഷ്ടപ്പെട്ടവരായിരുന്നു. ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടണമെന്നതായിരുന്നു പൗലോസിൻ്റെ അതിയായ ആഗ്രഹം. രണ്ടാമതായി, ഇസ്രായേൽ രക്ഷിക്കപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നു. കിരാതന്മാരായ ആളുകളും രക്ഷ അവകാശമാക്കുന്നു. ജാതികളുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ട, അവരെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപരിഷ്കൃതരായ ജാതികളും രക്ഷിക്കപ്പെടാവുന്നവരാണ്. അതുപോലെ തന്നെ യഹൂദന്മാരും രക്ഷിക്കപ്പെടാവുന്നവരത്രേ. 3, ദൈവം മുൻപാകെ ഇസ്രായേൽ ജാതിയും ജാതികളുടെ അതേ നിരയിലാണ് നിൽക്കുന്നത്. അവരെയും ക്രിസ്തുവിനെ കൂടാതെയുള്ള മറ്റേതൊരു ജനതയും എന്ന പോലെ സുവിശേഷവുമായി കണ്ടുമുട്ടേണ്ടതത്രേ. ഇന്ന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3:23. ഒരു ഉയർന്ന ജാതിയെന്നോ താണ ജാതിയോ എന്നോ ഉള്ള ചിന്താഗതി തെറ്റായിട്ടുള്ളതാണ്. അബദ്ധമാണ് അങ്ങനെ പറയുന്നത്. ക്രൂശിൻ്റെ ചുവട്ടിലെ സ്ഥലം ഒരേ നിരപ്പിലാണ് കിടക്കുന്നത്. താങ്കൾ ആരായിരുന്നാലും താങ്കളുടെ സമൂഹത്തിലെ പദവിയോ താങ്കളുടെ സഭാംഗത്വമോ താങ്കളുടെ നന്മ പ്രവൃത്തികളോ താങ്കളുടെ നിറമോ താങ്കളുടെ യാതൊന്നും താങ്കളെ ഒരു വ്യത്യസ്ത വ്യക്തിയാക്കി സഹായിക്കുന്നില്ല. ക്രിസ്തുവിനെ കൂടാതെ താങ്കൾ നരകത്തിന് വിധിക്കപ്പെട്ട പാപിയാണ്. ഞാനങ്ങനെ പറയുമ്പോൾ അത് ക്രൂരമായിപ്പോയി, അങ്ങനെ പറയരുത്, അത് വെറും അന്ധതയാകുന്നു എന്ന് താങ്കൾ ചിന്തിച്ചാൽ, സുഹൃത്തെ, സത്യമതല്ലേ? കുഴിയിൽ ചാടുവാൻ പോകുന്ന ഒരാളോട് മുൻപിൽ കുഴിയുണ്ട്, ആ വഴി പോകരുത് എന്ന് പറഞ്ഞാൽ, എൻ്റെ നന്മ ഇല്ലാതാക്കുവാൻ ക്രൂരമായി എന്നോട് ഇടപെടുന്ന വ്യക്തിയാകുന്നു ഈ ഉപദേശിക്കുന്നവനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ താങ്കൾ അതിനെ സമ്മതിക്കില്ല. താങ്കൾ നരകത്തിന് വിധിക്കപ്പെട്ട പാപിയാകുന്നു എന്ന് താങ്കളോട് പറയുമ്പോൾ ദൈവം നീതിമാനത്രേ. ആ ഉപദേശി പറഞ്ഞത് എനിക്കിഷ്ടമില്ല എന്ന് താങ്കൾ പറയുമായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ദൈവം പറഞ്ഞതാണിത്. അവനത് സ്പഷ്ടമായി തന്നെ താങ്കളെ അറിയിക്കുന്നു. കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുവാൻ സാധ്യമല്ല. സുവിശേഷം ആദ്യം ഇസ്രായേല്യർക്ക് നൽകപ്പെടേണ്ടതാണെന്ന് പറയുന്നവർ ഇന്നുണ്ട്. കാലക്രമം അനുസരിച്ച് ആദ്യം സുവിശേഷം യഹൂദന്മാർക്ക് ലഭിക്കാനിടയായി എന്നാണ് പൗലോസ് അർത്ഥമാക്കിയത്. ആദ്യത്തെ ഏതാനും വർഷങ്ങളിൽ യെരുശലേം നഗരത്തിലോ ഇസ്രായേലിൽ തന്നെയോ യാതൊരു അന്യജാതിക്കാരനും രക്ഷിക്കപ്പെടുവാനിടയായിരുന്നില്ല. അന്ന് സഭ 100% യഹൂദന്മാരെ കൊണ്ടുള്ളതായിരുന്നു. യഹൂദന്മാരെ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ടതല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. യഹൂദനും ദൈവത്തിൻ്റെ പദ്ധതിയിലും ഉദ്ദേശത്തിലും ഉൾപ്പെട്ടവനാണ്. അവന് സുവിശേഷം ലഭിച്ചേ മതിയാകൂ. എല്ലാ ജനങ്ങൾക്കും സുവിശേഷം ലഭിക്കേണ്ടത് ആവശ്യമത്രേ. ദൈവം ഇന്ന് കരുണ കാണിക്കുവാൻ തയ്യാറായിരിക്കുന്നു. 2-ാം വാക്യം, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ചില സഭകളെ സൂക്ഷിച്ചു നോക്കുക. അവരെല്ലാ ദിവസവും പല കാര്യങ്ങളിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നതായി കാണാം. എന്തെങ്കിലും പരിപാടികൾ ഓരോ ദിവസവും അവർക്കുണ്ടായിരിക്കും. അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് എരിവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ അവർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ മതഭക്തിയാണ് കൂടുതലായി കാണുവാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ക്രിസ്തു ഉണ്ടോ? ക്രിസ്തു യേശുവിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതി താങ്കൾ പ്രാപിച്ചിട്ടുണ്ടോ? വേറെ യാതൊരു അടിസ്ഥാനത്തിലും താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ പോകുവാൻ താങ്കളും ഞാനും പൂർണ്ണരായിരിക്കണം. എന്നാൽ ഞാനും താങ്കളും പൂർണ്ണരല്ല. എന്നാൽ യേശു നമുക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. സ്വർഗത്തിൽ പോകുവാൻ നമുക്കിന്ന് സാധിക്കും. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ എൻ്റെ നീതിയാകുന്നു. അവൻ എൻ്റെ സ്ഥാനം ഏറ്റെടുത്തതിനാൽ എൻ്റെ പാപത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചിരിക്കുന്നു. ഞാൻ ഒരു ദിവസം സ്വർഗത്തിൽ ചെന്നെത്തും. സുഹൃത്തെ, അവൻ താങ്കളുടെ രക്ഷകനാണോ? താങ്കളുടെ സഭാംഗത്വം താങ്കളെ രക്ഷിക്കുകയില്ല, ഞാൻ ഓർപ്പിച്ചല്ലോ. അത് അപ്രധാനമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിന്
താങ്കളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി സഭയിൽ നിൽക്കുകയും ചെയ്യരുത്. ക്രിസ്തുവിനെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന സഭകളെ എത്രേ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവൻ എത്ര നല്ലവനാണ്. ആ യേശുവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കുന്നത് എത്രയോ പ്രധാനപ്പെട്ട സംഗതിയാണ്. 3-ാം വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇത് ഇസ്രായേലിനെക്കുറിച്ചും സാധാരണ സഭാംഗത്തെക്കുറിച്ചും ശരിയായ കാര്യമത്രേ. പലപ്പോഴും തിരുവചനത്തെക്കുറിച്ച് ബുദ്ധിപരമായ ജ്ഞാനമുണ്ടെങ്കിലും ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നില്ലേ? ആത്മീയമായ യാതൊരു വളർച്ചയും ഇല്ലാത്ത അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയുകയില്ലേ? അവർക്ക് യാതൊരു വളർച്ചയുമില്ല, അവർക്ക് തിരിച്ചറിവില്ല. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അനേകരെ നമുക്ക് സഭകളിൽ കാണുവാൻ കഴിയും. 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു, അതായത് അവനാണ് ലക്ഷ്യം എന്നത്രേ. നമ്മുടെ കർത്താവ് ഇത് വ്യക്തമാക്കി. ഞാൻ പഴയ വസ്ത്രം ശരിയാക്കുവാനല്ല, പുതിയ വസ്ത്രം, അതെ, എൻ്റെ നീതിയുടെ അങ്കി എന്ന പുതിയ വസ്ത്രം നിങ്ങൾക്ക് നൽകുവാനാണ് വന്നിരിക്കുന്നത് എന്നവൻ പറഞ്ഞു. ജനങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനാണ് മോശയുടെ ന്യായപ്രമാണം നൽകിയത്. അത് മനുഷ്യരെ രക്ഷിക്കുവാനുള്ളതായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. നമ്മെ രക്ഷിക്കുവാനല്ല, പിന്നെയോ നാം രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് കാണിക്കുവാനായിട്ടാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. അത് നമ്മെ കൈപിടിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് നടത്തുകയും പ്രിയ സുഹൃത്തെ, താങ്കൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ന്യായപ്രമാണം അവസാനത്തിലെത്തിയിരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഇനിയും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് 5-ാം വാക്യത്തിൽ നാം കാണുന്നു, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണത്താൽ താങ്കൾക്ക് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമെന്ന് വെച്ചാൽ അത് താങ്കളുടെ സ്വന്തം നീതീകരണമായിരിക്കും. അത് ദൈവത്തിൻ്റെ നീതീകരണമായിരിക്കില്ല. അവൻ്റെ നീതിയുടെ ഒപ്പം എത്തുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. 6-ാം വാക്യം, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ? സ്വർഗത്തെ താഴെ കൊണ്ടുവരുവാനായി അവിടെ കയറുന്നതിനെക്കുറിച്ചും നരകത്തെ ഉയർത്തുവാനായി അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനെക്കുറിച്ചും ഇവിടെ പറയുന്നു. പ്രിയ സുഹൃത്തെ, പൗലോസ് പറയുന്നതായ നീതീകരണം ലഭ്യമാണ്. ഇവിടെ ആവർത്തനം 30-11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. 7-ാം വാക്യം, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിലിറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. അത് പ്രാപിക്കുവാനായി നിങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. 8-ാം വാക്യം, എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. താങ്കൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവത്താലുള്ള നീതീകരണം ലഭ്യമാണ്. രക്ഷിക്കപ്പെടുവാനായി എവിടെയെങ്കിലും പ്രത്യേക പ്രസംഗപീഠത്തിൻ്റെ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ താങ്കൾ എവിടെയായിരിക്കുന്നുവോ അവിടെ രക്ഷ പ്രാപിക്കാവുന്നതാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 9-10 വാക്യങ്ങൾ നോക്കിക്കാട്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയേണ്ടതാണെന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്.
അതല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പരസ്യയോഗത്തിൽ മുൻപോട്ട് കടന്നു ചെല്ലണമെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പരസ്യമായി ഏറ്റുപറയുന്നതിനെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ പ്രസ്താവനയ്ക്കനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണെന്നത്രേ പൗലോസ് പറയുന്നത്. വായും ഹൃദയവും പരസ്പരം ഐക്യതയിലായിരിക്കുകയും ഒരേ കാര്യം തന്നെ പറയുകയും ചെയ്യേണ്ടതാണ്. ഹൃദയം കൊണ്ടാണ് താങ്കൾ വിശ്വസിക്കുന്നത്. താങ്കളുടെ ഹൃദയം എന്നാൽ താങ്കളുടെ പൂർണ്ണമായ വ്യക്തിത്വം എന്നാണ് അർത്ഥം. താങ്കളുടെ വായ കൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ ദൈവത്തെ അധരം കൊണ്ട് സേവിക്കുന്നവരാണ്. താങ്കൾ പരസ്യമായി ഏറ്റുപറയുമ്പോൾ താങ്കളുടെ വ്യക്തിപരമായ രീതിയിൽ യാതൊരു അർത്ഥവുമില്ലാത്ത വൃഥാ വാക്കുകൾ ഉരുവിടുകയല്ല ചെയ്യുന്നത് എന്നും താങ്കളുടെ ഹൃദയവും അതിനോട് യോജിക്കുന്നു എന്ന് ഉറപ്പാക്കിയിരിക്കേണ്ടതത്രേ. വിശ്വാസം കൂടാതെ ഏറ്റുപറയുന്നുവെങ്കിൽ അത് വഞ്ചന കൊണ്ടോ കപടഭക്തി കൊണ്ടോ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റുപറച്ചിൽ കൂടാതെയുള്ള വിശ്വാസമാകുന്നു എങ്കിൽ അത് ഭീരുത്വമായിരിക്കും. യാക്കോബ് പറഞ്ഞിരിക്കുന്നതായ കാര്യം ശരിയാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതായിട്ടത്രേ ഞാൻ ചിന്തിക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. യാക്കോബ് 2:20. താങ്കൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉള്ളവരാകുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. എന്നാൽ സുവിശേഷത്തിൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാകുന്നു എന്നത്രേ അർത്ഥം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവ് എന്ന് പൗലോസ് അപ്പോസ്തലൻ മുമ്പ് പറഞ്ഞിരിക്കുന്നുവല്ലോ. റോമാലേഖനം 4:24 വാക്യം. ഇനിയും 10 11 വന്നാട്ട്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാപ്രവചനം 28 നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്യുകയും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഭയം കൊണ്ട് ഓടിപ്പോകും എന്ന അർത്ഥമുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ മറ്റ് ഭാഗങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിലത്തെ പ്രസ്താവനയെ സ്ഥിരീകരിക്കുവാനായിട്ടാണ് പൗലോസ് ഇവിടെ യെശയ്യാപ്രവചനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരുത്തനും ഏതൊരുത്തനും എന്ന വാക്കുകളിൽ നിന്നും രക്ഷയുടെ സാർവത്രികമായ സ്വഭാവത്തെ ഈ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. 12 വാക്യം. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. യഹൂദനും യവനനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരേണ്ടതാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ 14:6. പഴയ നിയമ ആചാരങ്ങളിൽ കൂടിയോ മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടിയോ താങ്കൾക്ക് അവൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. വിശ്വാസം എന്ന ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. യഹൂദന്മാർക്കും ജാതികൾക്കും ഇപ്പോൾ രക്ഷ എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളിലെ വിഷയം. 13 വാക്യം ഞാൻ വായിക്കാം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. പഴയ നിയമത്തിൽ നിന്ന് യോവേൽ പ്രവചനം 2:32 നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. രക്ഷ വിശ്വാസത്താലാകുന്നു എന്ന തൻ്റെ പഴയ വാദഗതിയെ ഉറപ്പിക്കുവാനാണ് പൗലോസ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. യഹൂദനും യവനനും ഒരുപോലെ യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. 14 15 വാക്യങ്ങളിൽ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ പൗലോസിൻ്റെ നിലപാട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. തൻ്റെ സ്വന്തം ആളുകളായ യഹൂദന്മാർ ഒരു പരീശനായ പൗലോസിനെ പുകഴ്ത്തിയിരുന്നെങ്കിലും അപ്പോസ്തലനായ പൗലോസിനെ വെറുത്തിരുന്നു. തൻ്റെ നിലപാടിൻ്റെ ന്യായം ഉന്നയിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അവർ പൗലോസിൻ്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ഏതൊരു അപ്പോസ്തലനും മോശയുടെ ന്യായപ്രമാണത്തിന് സ്ഥാനമില്ലാത്ത സുവിശേഷത്തെ പ്രസംഗിക്കുന്നതിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു.
ദൈവത്തിങ്കിൽ നിന്ന് അധികാരപത്രം ലഭിച്ചിട്ടുള്ള സുവിശേഷ ദൂതുവാഹികളാണ് ആവശ്യമായിരിക്കുന്നതെന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലൻ എന്നാണ് ഇവിടെ നാം കാണുന്നത്. ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ന്യായമായ ഒരു ക്രമം നമുക്ക് കാണുവാൻ കഴിയുന്നു. ജനങ്ങൾക്ക് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം പ്രസംഗകരെ അയക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവത്തെ എപ്രകാരമാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് എന്നവർക്കറിഞ്ഞുകൂടാ. വിശ്വസിക്കുക എന്ന കാര്യത്തിലാണ് പൗലോസ് എല്ലാം ഊന്നി പറയുന്നത്. അതിനാൽ തൻ്റെ ശുശ്രൂഷ ആവശ്യമായിരുന്നു എന്നത്രേ പൗലോസ് പറയുന്നത്. യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നിന്ന് പൗലോസ് ഉദ്ധരിക്കുകയും ചെയ്തു. അവിടെ പറയുന്നു, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ മുമ്പാണ് ഈ വാക്യം നാം കാണുന്നത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തോടെയാണ് 53-ാം അധ്യായം ആരംഭിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണം നല്ല വാർത്തയായിരുന്നില്ല, പിന്നെയോ അത് മരണത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ മനോഹരമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. തൻ്റെ വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൂതുവാഹികളുടെ കാൽ മനോഹരമാണെന്ന് ദൈവം പറയുന്നു. സുവിശേഷവുമായി കയറിയിറങ്ങുന്ന കാലുകളുടെ സാധ്യതകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുവിശേഷം കൊടുക്കുന്നത് മനോഹരമായ സംഗതി അത്രേ. ദൈവം മനോഹരമെന്ന് വിളിക്കുന്ന കാലുകൾ ഉണ്ടായിരിക്കുക എന്നതും മനോഹരമായ കാര്യമത്രേ. 16-ാം വാക്യം, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. അനേകർ നമ്മുടെ ശുശ്രൂഷയുടെ ഫലമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയായി എന്ന് കേൾക്കുമ്പോൾ നാം ആശ്ചര്യപ്പെടുമെങ്കിലും ആകമാന ചിത്രം നോക്കിയാൽ അത് വളരെ കുറഞ്ഞ ഒരു സംഖ്യ മാത്രമാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. വളരെയധികം പേർ വിശ്വസിച്ചിട്ടില്ല. 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമത്രേ. തത്വജ്ഞാനമോ മനഃശാസ്ത്രമോ രാഷ്ട്രീയമോ പ്രസംഗിക്കുന്നതിൽ നിന്നല്ല വിശ്വാസമുണ്ടാകുന്നത്. ദൈവവചനത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. തിരുവചനം കേൾക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. 18-ാം വാക്യം, എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. 19-ാം വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. ആവർത്തനം 32-21 നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇന്ന് ജാതികളിൽ നിന്നും ഒരു ജനത്തെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 20-21 വാക്യങ്ങളിൽ യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെക്കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. യെശയ്യാപ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നാണ് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി എന്ന്. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എന്ന്. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. ജാതികളുടെ രക്ഷയെക്കുറിച്ച് യെശയ്യാവ് പോലും പ്രവചിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ ജീവിക്കുന്ന ജാതികൾ പോലും ക്രിസ്തുവിനെ കണ്ടെത്തുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളുടെ വാഗ്ദാനം ലഭിച്ചിരുന്ന ഇസ്രായേലിന് എന്ത് ഒഴികഴിവ് പറയുവാൻ സാധിക്കും? അവർക്ക് പ്രത്യുത്തരം പറയുവാൻ സാധ്യമല്ല. ഇസ്രായേൽ ജനത്തോട് ദൈവം എത്രമാത്രം കരുണയുള്ളവനായിരുന്നു എന്ന് യാതൊരാൾക്കും അറിയില്ല. ഇസ്രായേൽ ജനത്തോടുള്ള സ്തെഫാനോസിൻ്റെ അന്തിമ വാക്കുകൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നവയത്രേ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇത് ഇസ്രായേലിനെക്കുറിച്ച് മാത്രമല്ല, ദൈവം തൻ്റെ കരുണയുടെ കരം സർവ്വലോകത്തിലും നീട്ടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ് നാം ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത്. നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ നിമിഷവും ദൈവകരുണയൊന്നുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവകരുണയില്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഈ ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവവചന പഠനത്തിലൂടെ നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് ഗ്രഹിച്ചത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ചത് താല്പര്യത്തിന് പ്രത്യേകം നന്ദി. അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നത് വരെയും വീണ്ടും ദൈവകൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.